കലാശക്കൊട്ടിൽ ഏറ്റവും അവസാനമായി നാം പരിശോധിക്കുന്നത് കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ പോരാട്ടം നടക്കുന്ന വടകരയാണ്. വടകര നമുക്കറിയാം, ഷാഫി പറമ്പിലിൻ്റെ ഒരു സർപ്രൈസ് എൻട്രിയോടെ അവിടെ വലിയ തോതിലുള്ള മത്സരം നടക്കുകയാണ്. ഒരുപക്ഷെ ഒരു ഉപതെരഞ്ഞെടുപ്പിനോട് സാമ്യം പുലർത്തുന്ന രീതിയിലുള്ള വലിയ പ്രചാരണ കോലാഹലങ്ങൾ, വലിയ വിവാദങ്ങളൊക്കെ നമ്മൾ വടകരയിൽ കണ്ടു. നമുക്ക് നോക്കാം എന്താണ് വടകരയിൽ നടക്കുന്നത്. ജയിക്കൂ. ഓ, നല്ലൊരു വ്യക്തിത്വമാണ് അവന്, അതുകൊണ്ട് ഓനാണ് വിജയം. ടീച്ചർ ജയിക്കും. ടീച്ചർ നല്ല ഭൂരിപക്ഷത്തോട് കൂടി. ഷാഫി പറമ്പിൽ തീർച്ചയായും ഭൂരിപക്ഷം പറയാനായ എന്തായാലും 100% വിജയം ഉറപ്പാ. ശൈലജ ടീച്ചർ ഉറപ്പാ, ഒരു സംശയം കാര്യത്തിൽ. വടകരയിൽ ഉറപ്പായിട്ട് ഷാഫിയല്ലേ. ശൈലജ ടീച്ചർ നല്ല മത്സരം പറയാൻ പറ്റില്ല. വടകരയില് മത്സരം ഭയങ്കര, എല്ലാ പാർട്ടിക്കാരും ഇവിടെ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്ത് സംഭവിക്കുന്ന അറിയില്ല. വടകരയില് ടീച്ചറും അല്ലാണ്ട് വേറെ ആയിരിക്കാനാ. ഷാഫി പറമ്പിലല്ലേ. അങ്ങനെ ശൈലജ ടീച്ചർ ജയിക്കാനാണ് സാധ്യത. കാരണം ഇടതുപക്ഷം അല്ലാണ്ട് വേറെ ആരുടെ ജനങ്ങളെ പ്രശ്നത്തിൽ ഇടതുപക്ഷം അല്ലാണ്ട് വേറെ ആരുണ്ട് ഇവിടെ? ഷാഫി ആയിരിക്കും. ശൈലജ ടീച്ചർ. ഷാഫി ടീച്ചർ തന്നെയാണ് ജയിക്കേണ്ടത്. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എന്താ സംഭവിക്കുക എന്നറിയില്ല എന്നാണ് ഒരു വോട്ടർ പറയുന്നത്. നമുക്ക് ഏതായാലും കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് അസ്ലം ഉണ്ട്. അസ്ലം, യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടക്കുന്നത്? തികച്ചും അപ്രതീക്ഷിതവും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വളരെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം തന്നെയാണ് വടകര. നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് ആധിപത്യം ഉണ്ടായിരുന്ന മണ്ഡലമാണ്. ഇപ്പോൾ തന്നെ നോക്കിയാലും വടകര ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. അതേസമയം കഴിഞ്ഞ 3 തവണയായിട്ട് UDF വിജയിച്ചുകൊണ്ടിരിക്കുന്ന മത്സരം, അവിടെ നിന്ന് ശൈലജ ടീച്ചറെ മത്സരത്തിലേക്ക് ഇറക്കിയത് തന്നെ ആ LDF മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ഉദ്ദേശത്തോടെ CPM ഇറക്കിയത്. അതേസമയം ഷാഫിയുടെ എൻട്രി വലിയ തോതിൽ മാറ്റി. ഷാഫി തുടക്കത്തിലുണ്ടാക്കിയ ഓളം അവസാനം വരെ നിലനിർത്തിക്കൊണ്ടുപോയപ്പോൾ അതിനനുസരിച്ചുള്ള ഓളത്തിലേക്ക് പ്രത്യേക പ്രചരണ പരിപാടികളുമായും LDFും വന്നു ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ തന്നെയാണ്. ഷാഫി എന്ന് പറയുന്ന യുവ നേതാവ് ഉയർത്തുന്ന വളരെ ശക്തമായ ആത്മബന്ധത്തിലൂടെ അടങ്ങിയ ഒരു പ്രചരണ പരിപാടി, എല്ലാ ആൾക്കാരെയും അടുത്തറിഞ്ഞുകൊണ്ടും എല്ലാ ആൾക്കാരെയും ചേർത്ത് നിർത്തിക്കൊണ്ടും ഒരു പ്രചരണ പരിപാടി വടകരയെ സംബന്ധിച്ചിടത്തോളം വളരെ പുതിയ അനുഭവമാണ്. ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം CPMൽ തന്നെ വളരെ ആൾക്കാരുമായി വളരെ അടുത്ത് ഇടപഴകുന്ന അല്ലെങ്കിൽ നല്ല ഇമേജുള്ള ഒരു നേതാവ്. ഈ 2 പേരും തമ്മിലുള്ള വ്യക്തിത്വമുള്ള അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഈ അടുത്ത് നടന്ന 2 സംഭവങ്ങൾ അവിടുത്തെ നിർണായകമാകുന്നുണ്ട്. ഒന്ന് പാനൂരിലെ ബോംബ് സ്ഫോടനമാണ്. ആ ബോംബ് സ്ഫോടനം സ്വാഭാവികമായും ആ മേഖലയിൽ CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കി ഒരു വശത്ത്. മറ്റൊരു വശത്ത് CPMനകത്ത് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾക്ക് സാധ്യത ഉണ്ടാകുമ്പോൾ ചില സൂചനകൾ കൂടി ആ ഒരു സംഭവത്തിനോടനുബന്ധിച്ച് സൂചനകൾ നൽകുന്നുണ്ട്. മറ്റൊന്ന് സൈബർ ആക്രമണമാണ്. KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. അതേസമയം അവസാന ഘട്ടത്തിൽ അത് സംബന്ധിച്ചുള്ള ചില പ്രസ്താവനകൾ, വീഡിയോ ഉണ്ടെന്നും ഇല്ലെന്നും എന്നുള്ള പ്രസ്താവനകൾ വൈരുദ്ധ്യം വന്നത് വേറൊരു തലത്തിലും ചർച്ചയാവുന്നുണ്ട്. ഈ 2 സംഭവങ്ങളും പല തരത്തിൽ ചർച്ചയാവുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ സംബന്ധിച്ച് അവിടെ സാമുദായികമായ ഒരു ക്രമീകരണത്തിൻ്റെ ഒരു ഡെമോഗ്രഫിയുടെ ഒരു പ്രശ്നമുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ ശക്തമായി തന്നെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. അതേസമയം തന്നെ നമ്മൾ തീയ വിഭാഗം എന്ന് പറയുന്ന ഈഴ വോട്ടുകളും അതിശക്തമായുണ്ട്. ഈ 2ഉം തമ്മിലൊരു പോളറൈസേഷൻ നടക്കുമോ, ധ്രുവീകരണം നടക്കുമോ എന്നൊരു ആശങ്ക ശരിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെയുണ്ട്. അത് പരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. മാത്രമല്ല അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും പോകുമ്പോൾ അക്രമ സംഭവങ്ങളിലേക്ക് വരെ വഴിവിളിക്കാൻ തരത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സൂചനകൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ 2 മുന്നണിയിലെ UDFൻ്റെയും LDF മുന്നണിയും ആൾക്കാരുടെയും പ്രതികരണങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആരാണ് വിജയിക്കുമെന്ന് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയമായ അടിത്തറ LDFനുണ്ട്. അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകാര്യത ഷാഫിക്ക് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഈ 2 സ്ഥാനാർത്ഥികളോടും നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് അവർ നൽകിയ മറുപടി നോക്കാം. ഉറപ്പായിട്ടും ജയിക്കും. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ പ്രാധാന്യമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നെ സംബന്ധിച്ച് കൃത്യമായ ധാരണ വടകരയിലെ വോട്ടർമാർക്കുണ്ട്. കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കലി അലേർട്ടായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇപ്രാവശ്യം ചിലപ്പോൾ ഇടത് വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഭൂരിപക്ഷം വളരെയേറെ വർദ്ധിക്കും. നല്ല വിജയം ഉണ്ടാവും. വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റല്ലേ വടകരയിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആരാ ജയിക്കേണ്ടതെന്ന് ഇവിടുത്തെ ജനത തീരുമാനിച്ചാൽ ജനങ്ങൾക്ക് എന്തും എളുപ്പമാണല്ലോ, അവരുടെ തീരുമാനമാണല്ലോ നടപ്പിലാവുക. ഞങ്ങൾക്ക് ആ തീരുമാനം അനുകൂലമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പുതിയ മറികടക്കാൻ ഞങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ഞാൻ വന്ന് സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ 2 ഇരട്ടി ആളുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെ മീഡിയക്കാർ അത് ഓളാണെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്കത് പറയും വേണ്ട.
CA അങ്ങനെ ഒരു ന്യൂനപക്ഷ ഇഷ്യൂ മാത്രമല്ലല്ലോ, അത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഇഷ്യൂ അല്ലേ. അത് രാജ്യം ജനാധിപത്യ മതേതര രാഷ്ട്രമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇഷ്യൂ ഉണ്ട്. അതിനെ മറികടക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇന്ന് രാജ്യത്തില്ല. തീർച്ചയായിട്ടും. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും ശക്തമായി മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്നത് ഇടതുപക്ഷമാണെന്ന് നന്നായിട്ട് മനസ്സിലായിട്ട് ന്യൂനപക്ഷ വോട്ട് മാത്രമല്ല, ജനാധിപത്യം ആഗ്രഹിക്കുന്ന എല്ലാ മതത്തിലുള്ള പൗരന്മാരും ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് അങ്ങനെ ഒരു വീഡിയോ പോലും ഇല്ല എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ വീഡിയോ കണ്ടത്. അങ്ങനെ പറഞ്ഞതിൽ സന്തോഷം. പക്ഷെ അതുണ്ടെന്ന് പറഞ്ഞിട്ട് ആക്രമണം നേരിടേണ്ടി വന്നത് ഞങ്ങളാണ്. അപ്പോൾ അതിൻ്റെ തിരിച്ചടിയും കൂടെ വടകരയിലെ ജനങ്ങൾ കൊടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വിഷമായി, യുവാക്കളെല്ലാം എനിക്ക് വോട്ട് ചെയ്യും. വടകരയിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും പ്രതികരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെമോക്രസിയെ ഹാക്ക് ചെയ്യുമെന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്തും ബോംബുണ്ടാക്കി പൊട്ടിച്ച് ആളെ കൊല്ലാൻ നോക്കുന്നത് ജനാധിപത്യത്തിനോ നാടിനോ ജനതക്കോ നല്ലതല്ല. ഇല്ല, അത് ഒരു ഒറ്റപ്പെട്ട സംഭവം എൻ്റെ നിയമ നടപടിയിലേക്ക് പോകും, വേറെ ഒന്നുമില്ല. PT നാസർ വീണ്ടും ചേരുന്നു. നാസർ, ഈ കഴിഞ്ഞ ആഴ്ച ഈ ബിഗ് ഫൈറ്റുമായി ബന്ധപ്പെട്ട് വടകരയിൽ ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം LDFൻ്റെ നടന്നിരുന്നു. അതിന് തൊട്ടുടനെയാണ് ഈ പറയുന്ന ഈ സൈബർ ആക്രമണ വിവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത്. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ വിവാദവും അലിഞ്ഞില്ലാതാവുകയാണ്, മറ്റൊരു തരത്തിലേക്ക്, മറ്റൊരു നറേറ്റീവിലേക്ക് പോവുകയാണ്. ഇത് ഈ സ്വന്തം ഭാഗത്ത് നിന്ന് പൊട്ടിയ ബോംബുകൾ കൊണ്ട് പരിക്കേറ്റൊരവസ്ഥയാണ് ടീച്ചർക്കുണ്ടാവുക. ആ പരിക്ക് എത്രമാത്രം മാരകമാകുമെന്നാണ് വോട്ടെണ്ണുമ്പോൾ അറിയേണ്ടത്. അപ്പോൾ ടീച്ചർ വന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കേട്ടു അവിടെ കൃത്യമായിട്ടൊരു ബോംബ് പൊട്ടുന്ന സംഭവം തന്നെ ഉണ്ടായത്. അതൊരു CPM പാർട്ടി കേന്ദ്രത്തിൽ നിന്നായിരുന്നു ആ ബോംബ് പൊട്ടിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ വിവാദങ്ങളിൽ ഒന്ന്, അതിൻ്റെ എല്ലാ പരിക്കും ടീച്ചർക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാത്തിനും വിവാദങ്ങളിലൊന്ന് അത് ടീച്ചർക്ക് അപകടം വരുത്താൻ വേണ്ടി തന്നെ, ഈ രാഷ്ട്രീയമായ അപകടം വരുത്താൻ വേണ്ടി തന്നെ പിന്നെ ചിലർ ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിവാദം തന്നെ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷമാണ്, എന്നിട്ട് ആ പരിക്കൊക്കെ ഒന്ന് രക്ഷപ്പെട്ടു ഒരു വിധം തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക്, രാഷ്ട്രീയ മത്സരത്തിലേക്ക് തന്നെ വന്നപ്പോഴാണ് ഈ പറയുന്ന ഈ പിന്നെ വീഡിയോ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു സംഗതി വന്നത്. മോർഫ് ചെയ്ത വീഡിയോ ഉണ്ട് എന്ന് ആരോപണം വരികയും പിന്നെ ടീച്ചർ തന്നെ പത്രസമ്മേളനത്തിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷവും അത് അങ്ങനെ തന്നെ വിവാദമാക്കി നിർത്തണമെന്ന് ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകുമെന്ന് തോന്നുന്ന വിധമാണ്. അങ്ങനെ ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ട് പോലും അതിന് ശേഷവും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അങ്ങനെ ടീച്ചറല്ലല്ലോ ഉണ്ട് എന്ന് പറയേണ്ടത്, ഇല്ല എന്ന് പറയേണ്ടത് ടീച്ചറല്ലല്ലോ, പാർട്ടിയല്ല പറയേണ്ടത്, പാർട്ടി പറയുന്നു അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിവാദം അങ്ങനെ തന്നെ നിലനിർത്തണം എന്നുള്ളൊരു ആഗ്രഹം ആർക്കൊക്കെ ഉള്ളതുപോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം ഭാഗത്ത് നിന്ന് വന്നു വീണ ബോംബുകൾ കൊണ്ടായിരിക്കും ടീച്ചർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരിക്കേൽക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നടന്നത് അവിടെ ആദ്യം സ്വീകരണ മത്സരമായിരുന്നു 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ. അത് കഴിഞ്ഞിട്ട് ആരോപണ മത്സരം കടന്നു. ഈ ആരോപണ മത്സരവും കടന്നിട്ട് ഈ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സത്യത്തിൽ ആ മണ്ഡലത്തിൻ്റെ ചില സ്വഭാവമുണ്ട്. ആ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായി വരുന്ന, ഇപ്പോൾ നാദാപുരം, തലശ്ശേരി ഒക്കെ പോലുള്ള മണ്ഡലങ്ങളുടെ ഒരു ചരിത്രം, പിന്നെ നാദാപുരം അസംബ്ലി മണ്ഡലം, തലശ്ശേരി അസംബ്ലി മണ്ഡലം പോലുള്ള ചില പ്രദേശങ്ങളുടെ ചരിത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ ഈ വടകര മണ്ഡലത്തിൻ്റെ ഇത്തരത്തിൽ വാശിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ തന്നെ പേടിക്കേണ്ട ഒരവസ്ഥയാണ്. ഇനി എന്ത് സംഭവിച്ചാലും ശരി, വോട്ടെണ്ണുമ്പോൾ ഏതാണ്ട് ഒരു ചുരുങ്ങിയ ഭൂരിപക്ഷത്തിന്, വളരെ ചുരുങ്ങിയ, ജയിക്കുന്നത് ശൈലജ ടീച്ചറാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ശരി, 2 ആളാണെങ്കിലും ജയിക്കുന്നത് വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനായിരിക്കും. ആ തരത്തിലേക്കാണ് മത്സരം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശരി, കലാശക്കൊട്ട് പൂർണ്ണമാവുകയാണ് വടകര മണ്ഡലത്തിൻ്റെ വിശകലനത്തോടെ.